കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC. ഈസ്റ്റ് ബംഗാൾ FC നമുക്കറിയാം ഈ സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺ പേപ്പർ ഇത്രത്തോളം ഹൈപ്പ് കിട്ടിയൊരു ടീം വേറെ ഇല്ലായിരുന്നു. ബിക്കോസ് ഗോൾഡൻ ബൂട്ട് വിന്നറായ നമ്മുടെ ഡിമി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 6 ഗോളുകളും 10 അസിസ്റ്റും കഴിഞ്ഞ സീസണിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ തലാലുണ്ടായിരുന്നു. ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യങ്ങസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ ജിക്സൺ സിംഗ്, പിന്നെ ഏറ്റവും നല്ല സെന്റർ ബാക്സ് ഒരാളെ അൻവർ അലി, ഇത്രയുമൊക്കെ വലിയ സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ വർഷം അവരുടെ ക്യാപ്റ്റനും ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചായിരുന്ന ക്ലെയ്റ്റൺ സിൽവ ഉണ്ടായിട്ടും വൈ ദേ കുഡ്ന്റ് മേക്ക് എ റിസൾട്ട്. ഈ സീസണിലെ ഏറ്റവും വേഴ്സ്റ്റ് ടീം എന്ന് എന്തുകൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ അറിയപ്പെടുന്നത് നമുക്ക് നോക്കാം. വീഡിയോട്ട് ഡീപ്പായി കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 100K എന്ന വലിയ ഫിലേക്ക് ഇനി കുറച്ച് മെമ്പേഴ്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. സോ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈപ്പോടെ തന്നെയായിരുന്നു ഈസ്റ്റ് ബംഗാൾ FC ഈ സീസൺ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹൈപ്പ് മാത്രമുള്ളായിരുന്നു, പെർഫോമൻസ് അതിനെ പകുതി പോലും എത്തിയിട്ടില്ലായിരുന്നു. ഈസ്റ്റ് ബംഗാളെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഈ വർഷം കളിച്ചിട്ടുള്ളത് 16 ഗെയിംസ് ആണ്. ആ 16 ഗെയിംസിൽ നിന്നും 16 ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു കളിക്ക് 1 ഗോൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ പൊക്കോണ്ടിരിക്കുന്നത്. 16 ഗോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിമി 3 ഗോള്, ഡേവിഡ് ഹമാർ 3 ഗോള്, പിന്നെ നമ്മുടെ PV വിഷ്ണു മലയാളി താരം 3 ഗോള്, പിന്നെ നമ്മുടെ ജിക്സൺ സിംഗ് 2 ഗോള്. ഇത്രയും പേരാണ് ഈസ്റ്റ് ബംഗാളിലെ ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറഞ്ഞാൽ. ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ടായിരുന്ന ഡിമിയും അതുപോലെ കഴിഞ്ഞ വർഷം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടായിരുന്ന ക്ലെയ്റ്റൺ സിൽവയും അതുപോലെ മിഡ്ഫീൽഡിൽ പ്രൊവൈഡ് ചെയ്യാൻ തലാലിനെ പോലെയും സോൾ ക്രിസ്പെ പോലെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഫ്ലുവൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകുന്നതായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇഞ്ചുറിയും അതുപോലെ ലാക്ക് ഓഫ് ഫോമും ഈസ്റ്റ് ബംഗാളെ ശരിക്കും പറഞ്ഞാൽ തളർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് ഈസ്റ്റ് ബംഗാളെ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും കുറവ് ഗോൾ അടിച്ചിട്ടുള്ളതിൽ 2ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ FC, വെറും 16 ഗോളുകൾ മാത്രം. ഈ സീസണിലെ ഏറ്റവും കുറവ് വിജയമുള്ള ടീമിലും 2ാം സ്ഥാനം നമ്മുടെ ഈസ്റ്റ് ബംഗാളിലാണ്. വെറും 4 വിജയങ്ങൾ മാത്രമാണ് ഈസ്റ്റ് ബംഗാൾ ഇതുവരെ നേടാൻ സാധിച്ചിട്ടുള്ളത്. അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് കളിക്കാൻ പോകുന്നതുകൊണ്ട് പറയുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിലും 4 ക്ലീൻ ഷീറ്റുകളാണ് ഇതുവരെ ഉള്ളത്. ഓൺ പേപ്പർ ഇത്രത്തോളം സ്ട്രോങ് ഈസ്റ്റ് ബംഗാൾ FC ആണ് ഈ സീസണിലെ ഏറ്റവും കുറവ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ 16 ഗെയിംസിൽ നിന്ന് വെറും 138 ചാൻസസ് മാത്രമാണ് ഈസ്റ്റ് ബംഗാൾ FCക്ക് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അത് ഈ സീസണിലെ ഏറ്റവും ലോവസ്റ്റ് ആണ്. അതുകൂടാതെ 16 ഗെയിംസിൽ നിന്ന് വെറും 135 ഷോട്ട്സ് മാത്രമാണ് ഓവറോൾ ഈസ്റ്റ് ബംഗാളിനുള്ളത്. അതും ഈ സീസണിലെ ഏറ്റവും ലോവസ്റ്റ് ആണ്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയ ടീമിൽ നമ്പർ 1 ആണ് ഈസ്റ്റ് ബംഗാൾ FC. 10 തോൽവിയാണ് അവർക്ക് 16 ഗെയിമിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. 2 കാര്യങ്ങൾക്ക് മാത്രം ഈസ്റ്റ് ബംഗാൾ FC എപ്പോഴും ഫസ്റ്റ് റാങ്കിലുണ്ട്. അത് എന്താണെന്നല്ലേ? ഒന്ന്, ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് ഈ സീസണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ബംഗാളായിരുന്നു. 7 റെഡ് കാർഡുകൾ അവർ നേടിയിട്ടുണ്ടായിരുന്നു. മറ്റേത് എന്താണെന്നല്ലേ? അവർ ഒറ്റ സെറ്റ് പീസ് ഗോൾ മാത്രമേ ഇതുവരെ വഴങ്ങിയിട്ടുള്ളൂ. അതും അവരുടെ ലാസ്റ്റ് ഗെയിം FC ഗോവയ്ക്കെതിരെ. ഈസ്റ്റ് ബംഗാൾ FC ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന റിച്ചാർഡ് എന്നവരുടെ പുതിയ സൈനിങ് കഴിഞ്ഞ മത്സരത്തിൽ അത്യാവശ്യം ഇംപ്രസീവ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അതിന്റെ ഡെബ്യൂ മാച്ചിൽ നല്ലൊരു ഇംപ്രഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാലും അടുത്ത മാച്ചിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അദ്ദേഹത്തെ. ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2 മാച്ചസാണ് ഇനി വരാൻ പോകുന്ന 2 എണ്ണം എന്ന് വെച്ചാൽ, ഒന്ന് ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെയും പിന്നെ ചെന്നൈയിൻ FCക്കെതിരെയും. കാരണം അതിനുശേഷം വരാൻ പോകുന്ന ഗെയിംസ് എന്നൊക്കെ വെച്ചാൽ നമ്മുടെ മോഹൻ ബഗാന്, പിന്നെ FC ഗോവ, ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി, ഈ 4 ഗെയിംസ് ആണ് അതിനുശേഷം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ 4 ടീമുകൾക്കെതിരെ നമ്മൾ ഫസ്റ്റ് ലെഗ് തോറ്റിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മാച്ചസിലൂടെയാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് ഒരു കൈകാര്യം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ഇത്ര മാച്ചസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളക്ട് ചെയ്യേണ്ട 6 പോയിന്റുകളാണ് ഈ 2 ടീമുകൾക്കെതിരെ. ഒന്ന് ചെന്നൈയിൻ FCയും അതുപോലെ ഈസ്റ്റ് ബംഗാളും. ഇനി ഈസ്റ്റ് ബംഗാളിലെ ചെന്നൈയിൻ FCയുടെ കൂടെ കളിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, നമ്മുടെ ലൂണ ഓൾറെഡി 3 യെല്ലോ കാർഡാണ്. സോ ഭാഗ്യമുണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ തന്നെ ഒരു യെല്ലോ കാർഡ് ലൂണ മേടിക്കുക. കമ്പാരിറ്റീവ്ലി നമ്മൾ ഈസ്റ്റ് ബംഗാളിനെതിരെ ലൂണ ഒരു യെല്ലോ കാർഡ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരിയുടെ ഒരു റിസ്ക് ഒന്ന് ഒഴിഞ്ഞു കിട്ടുമെന്ന് പറയാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സീസൺ നേടിയിട്ടുള്ളത് 26 ഗോൾസ് ആണ്. ജീസസ് ജെമിനിസ് 10 ഗോള്, നമ്മുടെ നോഹ 7 ഗോള്, പെപ്പരെ 4 ഗോള്. സോ ഇതാണ് നമ്മുടെ ടോപ്പ് സ്കോറേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വീക്ക്നെസ്സുകൾ എവിടെയൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സ് ഇല്ലാത്തത്. 2, സെറ്റ് പീസ് യൂട്ടിലൈസേഷൻ ഇല്ലാത്തത്. 3ാമത് വരുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ എറേഴ്സ് തന്നെയാണ്. എന്നാൽ ഇൻഡിവിജ്വൽ എറേഴ്സ് കഴിഞ്ഞ 2 മത്സരമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റിൽ ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ തന്നെ ഇനിയുള്ള മാച്ചസിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് ചെയ്ത ഡിമി അവിടെ ഈസ്റ്റ് ബംഗാൾ ഫാൻസിന്റെ കയ്യിൽ നിന്ന് നല്ലപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം ഗോൾ അടിക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിൽ കണ്ട് ഡിമി അല്ല അവിടെ കാണുന്നതെന്ന പേര് നമ്മൾ കുറേ കമൻസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ ഡിമി ഒരു ഔട്ട് ഓഫ് ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി തന്നെ കാണണം. നമ്മളെ സംബന്ധിച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗെയിം ആയിരിക്കും ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെ കളിക്കാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമ്മളെക്കാൾ ഭയങ്കര പുറകിലും ഭയങ്കര വീക്കുമാണ് ഈസ്റ്റ് ബംഗാൾ FC. എന്നാൽ ഗ്രൗണ്ടിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കി തന്നെ കാണാം. ഹോം അഡ്വാൻറ്റേജ് അവർക്കാണുള്ളത്. സോ ആ അഡ്വാൻറ്റേജ് എങ്ങനെയൊക്കെ എടുത്ത് അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കളിക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഈ മാച്ചിനെ പറ്റിയുള്ളൊരു പ്രതീക്ഷ എന്താണ്? ലൂണയ്ക്ക് യെല്ലോ കാർഡ് കിട്ടി ചെന്നൈയിൻ FCക്കെതിരെ ഒന്ന് പുറത്തിരിക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.